ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പെരുന്നാളിൻ്റെ വ്ളോഗായിട്ടാണ്. അപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പെരുന്നാളിൻ്റെ എല്ലാവർക്കും നല്ല തിരക്കുള്ള നേരമല്ലേ, അപ്പോൾ വീഡിയോസൊന്നും വല്ലാതൊന്നും എടുത്തിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഫസ്റ്റ് തന്നെ ബിരിയാണി വെക്കണ വീഡിയോ ആണ് കേട്ടോ. രാവിലെ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ബിരിയാണി വെക്കുന്നത്. പെരുന്നാളിൻ്റെ അന്ന് പിന്നെ നേരത്തെ പണിയൊക്കെ കഴിയുമല്ലോ. പെരുന്നാളല്ലാത്ത സമയത്ത് ഇത്ര വേഗമൊന്നും കഴിയൂല. അപ്പം തലേന്ന് തന്നെ ചിക്കനൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയാണ് ബിരിയാണി ആക്കാമെന്നുള്ളൊരു തീരുമാനത്ത് വന്നത് കേട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്നാണ്, സിയാക്കാർക്ക് ഇഷ്ടം നെയ്ച്ചോറ് വെക്കാമെന്നുള്ളതാണ്. അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇനി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇനി. അങ്ങനെ പിന്നെ രാവിലെയാണ് ബിരിയാണി ആക്കാമെന്നുള്ള തീരുമാനം ഉണ്ടായത്. അപ്പോൾ ഞാനൊരു 2 പക്ഷേ ഇത്രയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇനി. പക്ഷേ ഇതൊക്കെ കുറച്ച് ബാക്കിയായിട്ടുണ്ട്. അരിയൊക്കെ എടുത്തതും കുറച്ച് ഓവറായിട്ടുണ്ട്. 2 പാട്ടായാലും ഞാൻ ആരെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് 2 പാട്ടൊക്കെ എടുത്തത്, അല്ലെങ്കിൽ ഒരു പാട്ട് തന്നെ മതിയായിരുന്നു. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കാമെന്നുള്ളതിലാണ്. ബിരിയാണി വെക്കുന്ന ആൾ ഞാനല്ല കേട്ടോ, അസിയാക്കാണ് ബിരിയാണി വെക്കുന്നത്. പിന്നെ ബിരിയാണീൻ്റെ എല്ലാ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കണില്ല. ബിരിയാണി അറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും അങ്ങനെ കാണിക്കണില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പെരുന്നാളിൻ്റെ അന്നുള്ള അവസ്ഥ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ ഭയങ്കര അങ്ങനെ പിന്നെ ഉള്ളിൽ നിന്നൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ബിരിയാണിക്കുള്ള ചപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ ബിരിയാണി വെക്കാം, അങ്ങനത്തെ ഒരു ഇതിലാണ് പിന്നെ വന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കാൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കോഴിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടതാണ് കേട്ടോ. പിന്നെ എല്ലാം അധികം നമ്മൾ ബിരിയാണിക്കല്ലേ വെക്കണത്. അപ്പോൾ ഓവർ വെന്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ദമ്മിടുമ്പോൾ കുറച്ച് വേവുമല്ലോ. ഇത് പിന്നെ ബിരിയാണി അരി ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. രാവിലെ ആയതുകൊണ്ട് തീ കത്തി കിട്ടാനും ഭയങ്കര പാടായിരുന്നു കേട്ടോ. എത്രയായിട്ടും വെള്ളം തിളക്കണില്ലേനി. പിന്നെ ഗ്യാസുമ്മക്ക് വെക്കാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു. പിന്നെ നല്ലോണം കത്തിച്ചപ്പോൾ രാവിലെ മഴ പെയ്താൽ പിന്നെ കത്തി കിട്ടാൻ ഭയങ്കര പാടാണ് അടുപ്പിൽ. അങ്ങനെ ആദ്യം ഇട്ട ചിക്കനൊക്കെ കോരിയെടുത്തത് രണ്ടാമത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അപ്പോൾ വെള്ളം ഏകദേശമൊക്കെ തിളക്കാനായി വന്നിട്ടുണ്ട്. പിന്നെ അത് അലക്കാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് പുതർത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പുറത്തേക്ക് എടുത്തിട്ടതാണ്. അപ്പോൾ ഏകദേശം അരിയൊക്കെ ഇട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ചോറ് വെട്ടി തിളക്കണമല്ലോ. അപ്പോൾ പിന്നെ വേഗം കത്തി കിട്ടാൻ ഭയങ്കര പാടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് നേരത്തൊക്കെ തന്നെ ആവും ഇനി. അപ്പോൾ ഏകദേശം ചോറ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ചോറ് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല പാകം വേവിന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടത്. അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ദമ്മിടാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ജോലികൾ പറഞ്ഞാൽ പാത്രം കഴുകുക, മുറ്റടിക്കുക, തുടക്കുക, പിന്നെ അലക്കാനുള്ള കുറേ ഉണ്ട്. അപ്പോൾ അത് അലക്കുക. ഇത് ഞാൻ ബീഫ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോക്കും നല്ല ഇളക്കമുണ്ടെന്ന് പറയും എല്ലാവരും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ബാക്കിയുള്ള ജോലി ചെയ്യലെല്ലാം കൂടി ആയിട്ടാണ്. ഇപ്പോൾ ഇത് ചമ്മന്തി അരക്കാനാണ് കേട്ടോ. ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിക്ക് ചമ്മന്തി വേണമല്ലോ. അപ്പോൾ അതൊക്കെ തേങ്ങ പിന്നെ നേരത്തെ എടുത്ത് വെക്കുന്നതുകൊണ്ട് അതൊക്കെ പിന്നെ ആ ഒരു പണിയൊക്കെ കുറഞ്ഞ് കിട്ടും.
അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചമ്മന്തി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന്, കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കുറച്ചും കൂടിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബീഫ് വേഗം എടുത്ത് തോപ്പിച്ച. അങ്ങനെ അയൺ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷർട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഓരോന്ന് കഴിയണ്ടേ. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ ഇവിടെ ബാക്കി കിടക്കുകയാണ്. ഓരോ പണികൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഓരോ പണികൾ അവിടെ ഉണ്ടാവും. കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മോറാൻ. ഇത് ഞാൻ മൈലാഞ്ചി വളഞ്ഞതിനോണ്ട് കുത്തിയതാണ്, അതാണ് നടുവിൽ വെള്ള. അപ്പോൾ അലക്കിയപ്പം കുറേയൊക്കെ പോയ പോലെ തോന്നട്ടെ. എനിക്ക് ഭയങ്കര വേദനയാണ് മൈലാഞ്ചി ഇട്ടാൽ അത് പോകണത്. വെച്ചിട്ട് നമുക്ക് നമ്മളെ പണി എടുക്കാതെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ ഫുൾ ടൈം മൈലാഞ്ചിയൊക്കെ ഇടലുണ്ട്. പെരുന്നാളിൻ്റെ അന്നാണ് പ്രത്യേക തീരുമാനം ഉണ്ടാവും. അപ്പോൾ കുറേയൊക്കെ അലക്കിയിട്ട് 2 അയലുമ്മലും ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ബാക്കിയുള്ള പണി തുടക്കാനാണ്. ഇനിയിപ്പോൾ അതും കൂടി കഴിയണം. പള്ളി തിരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് നിസ്കരിക്കണമെങ്കിലൊക്കെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ. അപ്പോൾ ഓരോ പണികളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. എന്നാലും വേഗം കഴിയും കേട്ടോ. പെരുന്നാളിൻ്റെ അത് നേരത്തെ പണി കഴിയുമല്ലോ എല്ലാവരുടെയും. ഇത് ഞാൻ എന്തിനാണ് കാണിക്കണമെന്ന് വെച്ചാൽ ഇത് ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബെഡിൻ്റെ കവറാണ് കേട്ടോ. നല്ല കവറാണ്. ഞാൻ ഇവിടുത്തെ 2 ബെഡിനും അത് തന്നെ വാങ്ങിയിട്ടുള്ളത്. അത് കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ 3 ലെയറായിട്ടാണുള്ളത്. ഞാൻ എൻ്റെ വേറൊരു വ്ളോഗിൽ അത് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്ന ആ സമയത്ത് ഇത് നിർത്തി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റി, പെരുന്നാളാകുമ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റുമല്ലോ. അപ്പോൾ ഓരോ പണികളിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പള്ളി തിരിഞ്ഞ് വരുമ്പോഴത്തേന് ബാക്കിയുള്ള ജോലികളൊക്കെ കഴിച്ച് കുളിക്കാൻ പോകണം. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ്. ഇത് പെരുന്നാളിൻ്റെ കുറച്ച് മുമ്പ് വാങ്ങിയതാണ്, പക്ഷേ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിടാമെന്ന് വിചാരിച്ചു. പാൻറ്റ് ഭയങ്കര ഇറക്കമായതുകൊണ്ട് തന്നെ അതിൻ്റെ പാൻറ്റ് ഞാൻ വെട്ടിയടിക്കുകയാണ് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു പാൻറ്റ്. അപ്പം പാൻറ്റ് ലെങ്ത്ത് ഉണ്ടായാലും നമുക്ക് ഒരു ഇടങ്ങേറല്ലേ, ചളിയൊക്കെ ആവും. പിന്നെ ലെങ്ത്ത് ഇപ്പോൾ പിന്നെ ലെങ്ത്ത് കുറഞ്ഞ മോഡലാണല്ലോ ഫാഷൻ വിചാരിച്ചിട്ടല്ല ഞാൻ അത് വെട്ടിയത്. ഒരുപാട് ഇറക്കമുണ്ടായതുകൊണ്ട് വെട്ടിയതാണ്. പിന്നെ പപ്പടം പൊരിച്ചൊക്കെ അങ്ങനെ ഓരോ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാനെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇതാണ് എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കണ ഈ ഒരു ഭാഗമാണ് അല്ലേ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പെരുന്നാളിൻ്റെ അന്ന് പിന്നെ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ മന്തി ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. തിന്നാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാനായിട്ട് ഇതുവരെ മന്തി വെച്ച് നോക്കിയിട്ടില്ല. ആരും അറിയണ്ട, എല്ലാവരും കളിയാക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ മന്തി ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. ഇനി വെക്കണം ഇൻഷാ അല്ലാ. നല്ല അടിപൊളി ചോറാണ് കേട്ടത്. നല്ല അരിയൊക്കെ നല്ല സൂപ്പർ അരിയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ബിരിയാണി കഴിക്കാൻ. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അങ്ങനെ ഓരോരോ പണികളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പെരുന്നാൾക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ്. പക്ഷേ ഇത് കളറൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റ് ഞാൻ തിരഞ്ഞ് നടന്നെടുത്തതാണ്. പക്ഷേ ഇത് എനിക്കൊരു ഇഷ്ടമായിട്ടില്ല. ഒരു അടിയൊന്നും നന്നാവാത്ത പോലെ ഉണ്ട്. റെഡിമെയ്ഡ് തന്നെയാണ് എടുത്തത്. അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അങ്ങനെ ഞങ്ങൾ കാടപ്പടി എത്തിയിട്ടുണ്ട്. കാടപ്പടി ഏറൻ്റെ മുമ്പിലാണ് കേട്ടോ അത്. ഇവിടുന്ന് ഞങ്ങൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊരുന്നതായി പോയി. അപ്പോൾ പിന്നെ ഞാനൊരു ഓട്ടോക്കാണ് വന്നത്. ഇതിപ്പോൾ ചെങ്ങാനിയിൽ എൻ്റെ വീടാണ്. പെരുന്നാളാകുമ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകണമല്ലോ, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇത് അനിയത്തിൻ്റെ മോനാണ്. ഓനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ വീടൊക്കെ നോക്കുകയാണ് കേട്ടോ. ഓൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ വീടൊക്കെ നോക്കി കാണുകയാണ്. സ്ഥലം മാറിയത് വിചാരിച്ചിട്ട് നോക്കുകയാവും. എല്ലാ സ്ഥലത്തേക്കും ഒന്ന് നോക്കുന്നുണ്ട്.
എല്ലാവരും ചെങ്ങാനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ബാക്കിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അന്ന് എൻ്റെ എളാപ്പ മരിച്ചത് പെരുന്നാളിൻ്റെ അന്നാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി, പിന്നെ രാത്രിയത്തെ വീഡിയോ ഒന്നും എടുത്തിയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.